പണ്ടൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൻ, അമ്മ, മക്കൾ, മക്കൾക്ക് ജോലിയാകുന്നു. അവരെല്ലാം നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയും അല്ലെങ്കിൽ അവരുടെ കുടുംബ വീട്ടിലോ തൊട്ടടുത്ത വീട്ടിലൊക്കെ താമസിക്കുന്നു. അപ്പനോ അമ്മയ്ക്കൊക്കെ ഒരാവശ്യം വന്നാൽ മക്കൾ എപ്പോഴും കൂടെ ഉണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കുക, ഇതല്ല ഇന്നത്തെ അവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഉപരിപഠനത്തിനൊക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. അവരെല്ലാവരും ഇനി ഇങ്ങോട്ട് വരത്തില്ല. അവരെല്ലാവരും ആ രാജ്യങ്ങളിൽ സെറ്റിലായി, ആ രാജ്യങ്ങളിലെ സിറ്റിസൺസ് ആയി മാറുകയാണ്. സിറ്റിസണായി മാറുകയാണെങ്കിൽ പിന്നെ ഈ നാട്ടിലേക്കോ അപ്പനോ അമ്മയോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സമ്പത്തുകളിലേക്കോ അവർ കടന്നു വരേണ്ട ആവശ്യമില്ല. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കുണ്ടാകുമെന്നും എന്റെ വാർദ്ധക്യകാലം വരുമ്പോൾ എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ ഒരു ചിന്ത ഒഴിവാക്കുക. ഒരു സത്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ മാത്രമേ ഉള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും മാത്രമേ ഇനി കാണുകയുള്ളൂ. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറിനെ, അവരെന്താണോ ആ അവസ്ഥയിൽ അവരെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. വിവാഹത്തിന്റെ ആദ്യ നാളുകളിൽ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും സന്തോഷവും ഒക്കെ ആയിരിക്കും. ജീവിതം മുൻപോട്ട് തുടങ്ങുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്നും തിക്ത അനുഭവങ്ങൾ പലപ്പോഴും നേടിയിട്ടുണ്ടാകും. ചിലപ്പോൾ അവർ തമ്മിൽ ഒരുപാട് തരത്തിലുള്ള ഇഷ്യൂസും കോൺഫ്ലിക്ട്സും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഓർക്കുക, ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയുവാൻ, നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ നിങ്ങളുടെ പാർട്ട്ണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരെന്താണോ അതേ അവസ്ഥയിൽ അവരെ സ്വീകരിക്കുക. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിച്ച് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാർട്ട്ണറിനെ സ്നേഹത്തോടെ സ്വീകരിക്കുക. പരസ്പരം നിങ്ങളുടെ വിവാഹ നാളുകളിൽ നിങ്ങൾ എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ പരസ്പരം സംസാരിക്കാൻ ആരംഭിക്കുക. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. സംസാരിക്കാൻ മുന്നേറുമ്പോഴാണ് പലപ്പോഴും നമ്മൾക്കിടയിൽ വലിയ വലിയ യുദ്ധങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ആ വിഷയങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം. അപ്പൊ ആ വിഷയങ്ങളൊക്കെ ഒഴിവാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്ന, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന വിഷയങ്ങളൊക്കെ ഒഴിവാക്കി നല്ലത് മാത്രം സംസാരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെയാണ് എന്നുള്ളൊരു ബോധം, സന്തോഷം അവർക്കിലേക്ക് പങ്കിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഒരു ചെറിയ യാത്ര പോവുക. നമ്മളെല്ലാവരും യാത്ര പോകും. പക്ഷെ യാത്രയ്ക്ക് ഒരുപാട് ആളുകൾ ചിലപ്പോൾ കൂടെ കാണും. നമ്മുടെ മക്കൾ കാണും, പ്രിയപ്പെട്ടവർ കാണും, എല്ലാം ഉണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ മധുവിധ കാലഘട്ടങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്തതുപോലെ ഭാര്യയും ഭർത്താവും തനിച്ച് ഒരു യാത്ര പോവുക. ആ യാത്ര പോകുമ്പോൾ സംസാരിക്കുക. ആ സംസാരത്തിനിടയിൽ നിങ്ങളുടെ പഴയ പ്രണയ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉടലെടുക്കാൻ സാധിക്കും. അങ്ങനെ ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയും തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധം ഉടലെടുക്കാൻ സാധിക്കട്ടെ. ഒരിക്കൽ ഒരു കഥയുണ്ട്. ഒരു ഭർത്താവ് ഒരു ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഭർത്താവ് ഭയങ്കരമായിട്ട് അയാൾക്ക് വേഗത്തിൽ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഡോക്ടർ ചോദിക്കുന്നു, എന്താണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അയാൾ പറയുകയാണ്, അയാളുടെ ഭാര്യയ്ക്ക് ഒരു ആൽഷിമസ് പേഷ്യന്റ് ആണ്, അവരുടെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഡോക്ടർ വളരെ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതായാലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ബഹളം വെച്ച്? അപ്പൊ അയാൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, അവൾക്ക് എന്നെ മാത്രമേ തിരിച്ചറിയാതെയുള്ളൂ, എനിക്ക് അവളെ തിരിച്ചറിയാം. അങ്ങനെ നമ്മുടെ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരമൊരു മനോഭാവത്തെ, പരസ്പരം തിരിച്ചറിയാനുള്ളൊരു മനോഭാവത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബജീവിതങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുള്ള കുടുംബജീവിതങ്ങളായി മാറും. ഏറ്റവും നല്ല ബന്ധമാണ് വിവാഹ ബന്ധമെന്ന് പറയുന്നത്. ആ ബന്ധം ഏറ്റവും ഭംഗിയായി ദൃഢമുള്ളതായി മാറട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.